CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഉയർന്ന മൂല്യവും ഉടനടി പണവും കൂടാതെ മറ്റനേകം ഓഫറുകൾ എല്ലാം ജോയ ലുക്കാസിൽ മാത്രം. ജോയ ലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളികളോടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യമൊട്ടാകെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പൂർണ്ണം. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ യൂണിയനുകൾ പ്രതിഷേധ പ്രകടനം നടത്തി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളിലെ സൂക്ഷ്മ പരിശോധനയും പിൻവലിക്കലും പൂർത്തിയായതോടെ മലപ്പുറം ജില്ലയിൽ ജനവിധി തേടുന്നത് 8387 സ്ഥാനാർത്ഥികൾ. 13970ഓളം സമർപ്പിച്ച പത്രികകളിൽ 5583 പത്രികകളാണ് ജില്ലയിൽ പിൻവലിച്ചത്. മണ്ണാർക്കാട് MES കോളേജ് പയ്യനിടം റോഡ് താൽക്കാലിക ശാപമോക്ഷത്തിലേക്ക്. റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്. പാലക്കാട് DCC ജനറൽ സെക്രട്ടറി അടക്കം 13 വിമതരെ കോൺഗ്രസ് പുറത്താക്കി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരായി വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന DCC ജനറൽ സെക്രട്ടറി കെ ഭവദാസ് അടക്കമുള്ളവരെയാണ് 6 വർഷത്തേക്ക് പുറത്താക്കിയത്. ചെർപ്പളശ്ശേരി നഗരസഭയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ പാലിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി. ഈ വരുന്ന പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ചെലവുകളുടെ കണക്കുകൾ സമർപ്പിക്കുന്നത് സംബന്ധിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പിൽ ലഘുലേഖകളും അച്ചടിക്കുന്നതും പ്രസിദ്ധപ്പെടുത്തുന്നതും സംബന്ധിച്ച കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിപ്പിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ, തെരഞ്ഞെടുപ്പ് നിയമങ്ങളിലെ ശിക്ഷകളെ സംബന്ധിച്ച് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കുള്ള അറിയിപ്പ് എന്നീ നിർദ്ദേശങ്ങളാണ് സ്ഥാനാർത്ഥികൾക്കായി വിശദീകരിച്ച് നൽകിയത്. VA ഗോപിയുടെ നേതൃത്വത്തിൽ EMS ടൗൺ ഹാളിൽ വെച്ച് നടന്ന യോഗത്തിൽ നഗരസഭയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് പുറമെ ARO സിനോജ്, HI അനീഷ് തുടങ്ങിയവരും പങ്കെടുത്തു. CCN ചെർപ്പളശ്ശേരി. പാലക്കാട് DCC ജനറൽ സെക്രട്ടറി അടക്കം 13 വിമതരെ കോൺഗ്രസ് പുറത്താക്കി. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കെതിരായി വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന DCC ജനറൽ സെക്രട്ടറി കെ ഭവദാസ് അടക്കമുള്ളവരെയാണ് 6 വർഷത്തേക്ക് പുറത്താക്കിയതെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP അറിയിച്ചു. പാലക്കാട് DCC ജനറൽ സെക്രട്ടറി അടക്കം 13 വിമതരെ കോൺഗ്രസ് പുറത്താക്കി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരായി വിമത സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന DCC ജനറൽ സെക്രട്ടറി കെ ഭവദാസ് അടക്കമുള്ളവരെയാണ് 6 വർഷത്തേക്ക് പുറത്താക്കിയത്. KPCC നിർദ്ദേശപ്രകാരം ഇവരെ പുറത്താക്കുന്നതായി DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP അറിയിച്ചു. DCC ജനറൽ സെക്രട്ടറി കെ ഭവദാസ്, KPCC അംഗം TP ഷാജി, തെങ്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റായ കുരിക്കൽ സയ്യിദ്, വട്ടോടി വേണുഗോപാൽ, മണ്ണാർക്കാട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പൂതാനി നസീർ ബാബു, മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ സുബൈദ സൈദലവി, KT റുക്കിയ, പട്ടാമ്പി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഉമ്മർ കിഴായൂർ, INTUC മലമ്പുഴ നിയോജക മണ്ഡലം റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് MR അനിൽകുമാർ, അരൂർ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് MR വത്സകുമാരി, മുൻ മെമ്പറായ റംലത്ത്, AR റെജി, A വാസുദേവൻ എന്നിവരാണ് പുറത്താക്കപ്പെട്ടവർ. CCN ചെർപ്പളശ്ശേരി. ഫുട്ബോൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചെർപ്പളശ്ശേരി കച്ചേരിക്കുന്ന് TB മൈതാനിയിൽ ഫുട്ബോൾ ഇതിഹാസം ഡീഗോ മറഡോണയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഇക്ബാൽ ദുറാനി അധ്യക്ഷത വഹിച്ചു. മാട്ടരമാനുട്ടി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഇക്ബാൽ ദുറാനി അധ്യക്ഷത വഹിച്ചു. അൽമദീന മുൻ ഗോൾ കീപ്പർ ഹക്കീം ചെർപ്പളശ്ശേരി അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു. VP സുഹ്റാബി ടീച്ചർ, സൽമാൻ മാസ്റ്റർ, റിയാസ് തള്ളച്ചിറ, റഫീഖ് വീരമംഗലം എന്നിവർ അനുശോചന പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു. ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ കീർത്തിയും പ്രശസ്തിയും നേടിക്കൊടുത്തതിൽ നിർണായകമായ പങ്ക് വഹിച്ച താരമാണ് ഡിഗോ മറഡോണ. 78ലും 86ലും ലോക കിരീടം മുത്തമിട്ട് അർജന്റീനയിലേക്ക് എത്തിച്ച ലോകത്തെ ഫുട്ബോൾ മാന്ത്രികൻ ഡിഗോ മറഡോണയ്ക്ക്. CCN ചെർപ്പളശ്ശേരി. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് തൊഴിലാളി സംഘടനകൾ പ്രഖ്യാപിച്ച 24 മണിക്കൂർ പണിമുടക്ക് പൂർണ്ണം. അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായി. ചെർപ്പളശ്ശേരിയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു.
ചെർപ്പുളശ്ശേരിയിൽ സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. നവംബർ 25 അർദ്ധരാത്രി ആരംഭിച്ച പണിമുടക്ക് 26 അർദ്ധരാത്രി വരെ നീളും. BMS പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെങ്കിലും സംഘടനയിലെ അംഗങ്ങൾ പണിമുടക്കിനോട് സഹകരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 10 ദേശീയ സംഘടനകളിലും റെയിൽവേ, ബാങ്കിംഗ്, ഇൻഷുറൻസ്, കേന്ദ്ര സംസ്ഥാന ജീവനക്കാർ ഉൾപ്പെടെ 1/4 കോടിയിലധികം പേരാണ് പണിമുടക്കിന്റെ ഭാഗമാകുന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികളും ടാക്സി സേവനങ്ങളും പണിമുടക്കിൽ പങ്കെടുക്കും. കർഷക ദ്രോഹ തൊഴിൽ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, പ്രതിരോധ, വ്യോമയാന, തുറമുഖ, വൈദ്യുതി, ഖനന മേഖലകളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സ്വകാര്യവൽക്കരണം ഒഴിവാക്കുക, കേന്ദ്ര സർവീസ് ജീവനക്കാരെയും പൊതുമേഖലാ ജീവനക്കാരെയും നിർബന്ധപൂർവ്വം പിരിച്ചുവിടുന്ന നടപടി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തൊഴിലാളി സംഘടനകൾ പണിമുടക്കിന്റെ ഭാഗമാകുന്നത്. കൂടാതെ തൊഴിലുറപ്പ് പദ്ധതി വിപുലീകരിക്കുക, വർഷത്തിൽ 200 തൊഴിൽ ദിനങ്ങൾ വേതന വർധനവോടെ ലഭ്യമാക്കുക, നഗരപ്രദേശങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുക, ആദായ നികുതിദായകരല്ലാത്ത തൊഴിലാളികളുടെ കുടുംബത്തിന് പ്രതിമാസം 7500 രൂപ നൽകുക, എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും പെൻഷൻ ഉറപ്പാക്കുക, പഴയ പെൻഷൻ സംവിധാനം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങളും പണിമുടക്കിൽ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. CCN ചെർപ്പുളശ്ശേരി. ഭീമനാട് വെള്ളിലക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിലെ താലിപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, താലിപ്പൊലി കൊട്ടിയറിയിക്കൽ, താന്ത്രിക പൂജകൾ എന്നിവയുണ്ടായി. ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരി കാർമ്മികനായി. വള്ളുവനാടൻ ക്ഷേത്രോത്സവങ്ങൾക്ക് ആരംഭം കുറിച്ചുകൊണ്ടാണ് ക്ഷേത്രത്തിലെ ഉത്സവം നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണയുണ്ടായ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല. ആചാരത്തോടുകൂടി മാത്രമാണ് ഉത്സവം നടത്തിയത്. ഈ പ്രാവശ്യം നമ്മൾ ഈ വേല നടത്തിയത് പഴയ കാലത്ത് ഒന്നുമില്ലാണ്ട് ഒരു ചണ്ടയും മാത്രം കൊണ്ട് നമ്മൾ അരിയേറ് നടന്നിരുന്നു. ആ കാലഘട്ടമാണ് ഇപ്പോൾ നമുക്ക് ഇന്ന് വന്നിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ നടത്തിയത്. അതേ അരിയാറാണ് ഇന്ന് നടന്നത്. ആ പഴയ കാലത്തെ ഘട്ടത്തെ അരിയാറാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് നടത്തിയത്. ഒരു 5-8 കൊല്ലം മുന്നേ നമ്മൾ നല്ല ആനയും വേളവും ചണ്ടിയും വെള്ളവും ജനങ്ങളൊക്കെ പോടെ സംഘടിച്ച് അമ്മേനെ ഇറക്കി കൊടുക്കുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ നമ്മൾ കഴിഞ്ഞ് ഈ പ്രാവശ്യം ഈ കൊറോണ കാരണം അത് നമ്മൾ ഒഴിവായി. ഇനി അടുത്ത കൊല്ലം നമുക്ക് അങ്ങനെ വരില്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. ഇപ്പോൾ നമ്മൾ അരി കഴിഞ്ഞത് പഴയ കാലത്തെ ഘട്ടകാലങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ നടത്തിയത്. ആലിൻ ചുവട്ടിലെത്തി അരിയേറ് ചടങ്ങ് നടത്തി. വെളിച്ചപ്പാടും ചെണ്ടയും പൂതനും അകമ്പടിയായി. ക്ഷേത്രത്തിൽ നടന്നുവന്ന 56 ദിവസത്തെ ഭക്തരുടെ വഴിപാടായ കളമ്പാട്ടിന്റെ സമാപനമായിട്ടാണ് താലപ്പൊലി ആഘോഷിച്ചത്. തെക്കൻവേല, വടശ്ശേരിപ്പുറം ദേശവേല എന്നീ വേലകളെത്തി ആചാരമര്യാദയോടെ ക്ഷേത്രത്തിൽ കൂറ സമർപ്പിച്ചു. ഈ തവണ പിന്നെ ഈ കാരണം ഒന്നുമില്ലാതെയായി. എന്നാൽ ഈ അരിയേറ് നടത്തുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രം കമ്മിറ്റി ഇപ്പോൾ തീരുമാനത്തിലെത്തി. അരിയേറ് കഴിഞ്ഞു, സുഗമമായിട്ട് തിരിച്ചു വന്നു. CCN ചെത്തല്ലൂർ. വീട് തകർന്നതോടെ ദുരിതത്തിലായ നിർധന കുടുംബത്തിന് മുതിരമണ്ണ DYFIയുടെ നേതൃത്വത്തിൽ താൽക്കാലിക വീട് നിർമ്മിച്ചു നൽകി. താഴേക്കോട് ഗ്രാമപഞ്ചായത്തിലെ ബിഡാത്തി SC കോളനിയിലെ എടപ്പറ്റ തെന്നരസിനും കുടുംബത്തിനുമാണ് വീട് നിർമ്മിച്ചു നൽകിയത്. ബിഡാത്തി, മുതിരമണ്ണ തുടങ്ങിയ DYFI യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് താമസിക്കാൻ താൽക്കാലിക വീടൊരുക്കിയത്. സുനിൽ കപൂർ, സുരേഷ് ബാബു എടപ്പറ്റ, ഫാറൂഖ് കപൂർ, രാജേഷ് കപൂർ, റാഫി, ഷിഹാസ്, ഷഫീഖ്, ബഷീർ എന്നിവർ നേതൃത്വം നൽകി. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ നൽകി ഇവരെ പറ്റിക്കാന്നല്ലാതെ ഇവിടെ ഒരു കാര്യം ചെയ്തു കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ ഇടപെട്ടിട്ട് പട്ടികജാതി വികസന ഓഫീസിൽ 45ഓളം കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള വീടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് പഞ്ചായത്തിന് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് അവർ. പക്ഷേ വീട് വരികയാണെങ്കിൽ ലൈഫ് ഭവന പദ്ധതിയിലാണ് അത് ഉൾപ്പെടെ എന്നുള്ളതുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതി മനഃപൂർവ്വം ഇവരെ പറ്റിക്കുന്നൊരു നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ഭരണസമിതി വരുമ്പോൾ ഇവർക്കായിരിക്കും LDF ആണ് വരുന്നതെങ്കിൽ ഇവർക്കായിരിക്കും പ്രാമുഖ്യം കൊടുക്കുക നമ്മൾ. CCN ചെത്തല്ലൂർ. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി കർഷക ദ്രോഹ നടപടികൾക്കെതിരെയുള്ള സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കരിങ്ങല്ലത്താണിയിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചില്ല. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പച്ചക്കറി കടകൾ, മെഡിക്കൽ ഷോപ്പ് എന്നിവ തുറന്നു. ബാങ്ക് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ കരിങ്കല്ലത്താണിയിൽ ബാങ്കുകൾ തുറന്നില്ല. മിൽമ ബൂത്തുകൾ തുറന്നു പ്രവർത്തിച്ചു. കടകൾ അടച്ചതിനാൽ വ്യാപാരികൾ തിരഞ്ഞെടുപ്പ് പരിപാടികളുമായി സജീവമായിരുന്നു. CCN ചെത്തല്ലൂർ. കരിങ്കല്ലത്താണി ബിഡാത്തി SC കോളനിയിലെ ഓടുമേഞ്ഞ വീട് തകർന്നു വീണു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബിഡാത്തി SC കോളനിയിലെ എടപ്പറ്റ തെന്നരസിന്റെ വീടാണ് പൊളിഞ്ഞു വീണത്.
ബുധനാഴ്ച വൈകിട്ട് വീടിന്റെ മേൽക്കൂര വീഴുന്ന ശബ്ദം കേട്ടയുടനെ തെന്നരീഷിന്റെ ഭാര്യയും കുട്ടികളും പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കാലപ്പഴക്കത്താൽ മേൽക്കൂരയിലെ പട്ടിക, കഴുക്കോൽ എന്നിവയെല്ലാം ദ്രവിച്ചിട്ടുണ്ട്. മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി മേൽക്കൂരയിൽ ടാർപ്പായ വിരിച്ചാണ് വീടിനകത്ത് കുടുംബം താമസിച്ചിരുന്നത്. മെമ്പർമാർ വരിക, മെമ്പർമാർ പോവുകയും ചെയ്താൽ ഒരു ഇടയിലും തലേന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വരിക ഉണ്ടോ ഇല്ല നോക്കാൻ. അത് ഈ 5 വർഷത്തിൻ്റെ 2 പ്രാവശ്യം മെമ്പർ ഇവിടെ വന്നു പോയിക്കണത്, അല്ലാതെ മെമ്പർ ഇവിടെ വന്നിട്ടില്ല. ഇപ്പോൾ വീട് പൊളിഞ്ഞാടിയെന്ന് എവിടെ അരുന്നല്ലൂർ എവിടെ എത്ര അവിടുന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, വീട് പൊളിഞ്ഞാടിയ പറയുന്നത് കേട്ടു തോന്നുന്നു. പിന്നെന്താ നമ്മൾ ചെയ്യുന്നത്? നമുക്ക് ഓരോ ഡെമ്മി സ്ഥാനത്ത് നിന്ന് ഒരു പറഞ്ഞു ഞാൻ 1 മാസം കൊണ്ട് വീട് തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിർത്തിയത്. ഞങ്ങൾ ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല നിന്നത്. അതിന് ഈ പെൺകുട്ടികളല്ലേ ഒരു വീട് കിട്ടാൻ വേണ്ടിയിട്ട്, എന്നിട്ട് പോലെ തന്നില്ല. CCN ചെത്തല്ലൂർ. കടമ്പഴിപ്പുറം വായില്ലാക്കുന്നിലപ്പൻ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയ ഷഡധാര പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി നേതൃത്വം നൽകി. നവീകരണ കമ്മിറ്റി പുറത്തിറക്കാൻ പോകുന്ന ബ്രോഷറിന്റെ പ്രകാശന കർമ്മവും നടന്നു. കടമ്പഴിപ്പുറം വായില്ലാക്കുന്നിലപ്പൻ ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ നവീകരണത്തിന്റെ ഭാഗമായി നടത്തിയ ഷഡധാര പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് ക്ഷേത്രം തന്ത്രി നേതൃത്വം നൽകി. ക്രിയാഭാഗമായി തലേ ദിവസം വാസ്തുബലി, കാലത്ത് ഗണപതി ഹോമം, തുടർന്ന് ശിലാപൂജയും ശിലാസ്ഥാപനവും നടന്നു. പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി ഇന്നിവിടെ ഷഡാധാര പ്രതിഷ്ഠ നടത്തുകയാണ്. അണിമംഗലം കുടുംബത്തിന്റെ തന്ത്രി കുടുംബത്തിന്റെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. ഗർഭഗൃഹത്തിനകത്ത് സമ്പൂർണ്ണ ദേവചൈതന്യത്തിനായിട്ട് സ്ഥാപിക്കുന്ന ജൈവ ഘടകങ്ങളാണ് ഈ ഷഡാധാരങ്ങൾ എന്നറിയപ്പെടുന്നത്. ആധാരശില, ഗിരികുംഭം, കൂർമ്മം, അഷ്ടദളപത്മം, യോഗനാളം, നവംസശില, അങ്ങനെ 6 ഘടകങ്ങളാണ് ഇത് അന്തര നിർമ്മിക്കുന്നത്. നവീകരണ കമ്മിറ്റി പുറത്തിറക്കാൻ പോകുന്ന ബ്രോഷറിന്റെ പ്രകാശന കർമ്മം തന്ത്രി അണിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാട് നവീകരണ കമ്മിറ്റി പ്രസിഡന്റ് MP ശിവദാസന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. കൂടാതെ കമ്മിറ്റിക്ക് സാമ്പത്തിക സഹായം നൽകിയവരെ ആദരിക്കുകയും ചെയ്തു. കുംഭം രാശിയിലെ 11:52 ഇതിന്റെ ചടങ്ങുകൾ ഇവിടെ ഷഡാധാര പ്രതിഷ്ഠ നടക്കുന്നത്. അണിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാടാണ് ഇതിനെ കർമ്മത്വം വഹിക്കുന്നത്. ഈ തദ്ദേശവാസികളെ എല്ലാ ഭക്തങ്ങളുടെയും എല്ലാവിധ അകമഴിഞ്ഞ സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ കൊടിമരം വരേക്കുള്ള പ്രതിഷ്ഠ വരും കാലങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. CCN കടമ്പഴിപ്പുറം. തിരഞ്ഞെടുപ്പിനൊരുങ്ങി മണ്ണാർക്കാട് 680 സ്ഥാനാർത്ഥികൾ. മണ്ണാർക്കാട് നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങി 8 ഗ്രാമപഞ്ചായത്തുകളിലായാണ് 680 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത്. നഗരസഭയിൽ UDF, LDF, BJP, സ്വതന്ത്രർ എന്നിങ്ങനെ ആകെ 108 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പിനൊരുങ്ങി മണ്ണാർക്കാട് 680 സ്ഥാനാർത്ഥികളാണ് മണ്ണാർക്കാട് ജനവിധി തേടുന്നത്. മണ്ണാർക്കാട് നഗരസഭ, ബ്ലോക്ക് പഞ്ചായത്ത്, 8 ഗ്രാമപഞ്ചായത്തുകളിലായാണ് 680 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത്. നഗരസഭയിൽ UDF, LDF, BJP, സ്വതന്ത്രർ എന്നിങ്ങനെ ആകെ 108 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഇതിൽ 58 പുരുഷന്മാരും 50 വനിതകളുമാണ്. 6 സീറ്റുകളിൽ CPIയും CPMും നേർക്കുനേർ മത്സരിക്കുന്നുണ്ട്. സീറ്റ് തഴഞ്ഞതിനെ തുടർന്ന് 22-ാം വാർഡ് നായാടിക്കുന്നിൽ പാർട്ടി ചിഹ്നമായ ധാന്യക്കതിരും അരിവാളും ചിഹ്നത്തിൽ CPI സ്ഥാനാർത്ഥി അബ്ദുൽ നാസർ മത്സരിക്കും. കൂടാതെ 6 ഉഭയമാർഗം, 26 ഗോവിന്ദാപുരം, 27 ഒന്നാം മൈൽ, 28 കാഞ്ഞിരം മറ്റൊരു വാർഡിലും സ്വതന്ത്ര ചിഹ്നത്തിൽ CPI സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. നഗരസഭയിൽ 22-ാം വാർഡ് നായാടിക്കുന്നിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. സ്ലൈറ്റ് ചിഹ്നത്തിൽ K മൻസൂർ മത്സരിക്കുന്നുണ്ട്. സമദ് പൂവക്കോടൻ ഏണി ചിഹ്നത്തിലും UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. വെൽഫെയർ പാർട്ടി KV അമീർ ഒരു സ്വതന്ത്രനും അബ്ദു സമദ് പൂളോണ, മൻസൂർ കളത്തിങ്ങൽ, മൻസൂർ നായാടിക്കുന്ന് എന്നീ അപരന്മാരും ജനവിധി തേടുന്നുണ്ട്. അലനല്ലൂർ പഞ്ചായത്തിൽ 42 പുരുഷന്മാരും 37 വനിതകളുമടക്കം 79 സ്ഥാനാർത്ഥികളുണ്ട്. കാഞ്ഞിരപ്പുഴയിൽ 30 പുരുഷന്മാരും 41 വനിതകളുമടക്കം 71 പേരും, കാരാകുറിശ്ശിയിൽ 26 പുരുഷന്മാരും 27 വനിതകൾ എന്നിങ്ങനെ 53 പേരും, കരിമ്പ പഞ്ചായത്തിൽ 57, കോട്ടോപ്പാടം 72, കുമരംപുത്തൂർ 76, തച്ചമ്പാറ 49, തെങ്കര 59 എന്നിങ്ങനെയാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണം. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് 29 പുരുഷന്മാരും 27 വനിതകളും ജനവിധി തേടുന്നുണ്ട്. തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിലാണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. UDF, ഇടത് സ്വതന്ത്രൻ, BJP കൂടാതെ 3 സ്വതന്ത്രന്മാരും മത്സരിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ പൂർണ്ണ ചിത്രം വന്നതോടെ താലൂക്കിലുടനീളം പ്രചാരണ പരിപാടികളും ശക്തമായിട്ടുണ്ട്. CCN മണ്ണാർക്കാട്. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളികളോടുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യമൊട്ടാകെ സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് മണ്ണാർക്കാട് പൂർണ്ണം. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വിവിധ യൂണിയനുകൾ മണ്ണാർക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി.
മണ്ണാർക്കാട് CITUവിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെ ഉൾപ്പെടുത്തി നടത്തിയ പ്രകടനം CITU ജില്ലാ പ്രസിഡന്റ് PK ശശി MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് തുടങ്ങിവെച്ച തൊഴിലാളി വിരുദ്ധ നയങ്ങൾ 4 ഇരട്ടി ആവേശത്തോടെ നടപ്പിലാക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ എന്ന് PK ശശി MLA പറഞ്ഞു. BMSനെ പോലെ അല്ലെങ്കിലും INTUCയും അതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. അവർക്ക് താൽപര്യം തൊഴിലാളികളോടല്ല, മറിച്ച് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 91 കോൺഗ്രസ് തുടങ്ങി വെച്ച വിദഗ്ധമായ നയം, തൊഴിലാളി വിരുദ്ധമായ നയം, അതിന്റെ 4 ഇരട്ടി ആവേശത്തോടു കൂടി നരേന്ദ്രമോദിയുടെ സംഘപരിവാർ ഗവൺമെന്റ്, RSSന്റെ ഗവൺമെന്റ് നടപ്പിലാക്കുകയാണ്. സ്വാഭാവികമായും എല്ലാ തൊഴിലാളി പ്രസ്ഥാനങ്ങളും ഇതിൽ പ്രതിഷേധിക്കേണ്ടതല്ലേ. ഏതാണ്ട് BMSനെ പോലെ അല്ലെങ്കിലും INTUC ഏതാണ്ട് തത്തുല്യമായ നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. മണ്ണാർക്കാട് ഉൾപ്പെടെയുള്ള പല തൊഴിൽ കേന്ദ്രങ്ങളിലും INTUC യോജിച്ച പ്രക്ഷോഭത്തിലേക്ക് എന്താ വരാതിരിക്കാൻ കാരണം? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുമ്പിലുണ്ട്. നിങ്ങളും കൂടി യോജിച്ച് പ്രക്ഷോഭം നടത്തിയാൽ അത് ഞങ്ങളെ പ്രതികൂലമായി ബാധിക്കും. INTUCക്കാർക്ക് താല്പര്യം INTUCയുടെ പുറകിലുള്ള തൊഴിലാളികളോടല്ല, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുക എന്നതിൽ മാത്രമാണ് അവർക്ക് താല്പര്യമുള്ളത്. പൊതുയോഗത്തിൽ CITU ഡിവിഷൻ പ്രസിഡന്റ് M കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സർവീസ് സംഘടനാ നേതാവ് സന്ദീപ്, മനോമോഹനൻ, KP മസൂദ്, TR സെബാസ്റ്റ്യൻ, ഹൈദർ അലി, ഹക്കീം തുടങ്ങിയവർ നേതൃത്വം നൽകി. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് INTUC റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണാർക്കാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. പരിപാടി INTUC ജില്ലാ ജനറൽ സെക്രട്ടറി PR സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സ്വതന്ത്ര ഭാരതത്തിൽ ഉണ്ടായിരുന്ന 44 ലേബർ നിയമങ്ങൾ, തൊഴിലാളി സംരക്ഷണ നിയമങ്ങളൊക്കെ റദ്ദാക്കി പുതിയ 4 ലേബർ കോഡുകൾക്ക് ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ രൂപം കൊടുത്തിരിക്കുകയാണ്. ഇതിവിടുത്തെ തൊഴിൽ മേഖലയും ഇവിടുത്തെ എല്ലാ കാർഷിക മേഖലയും ഇല്ലാതാക്കുന്ന നടപടികളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ പരിപാടിയിൽ O സജീബ് അധ്യക്ഷത വഹിച്ചു. ഗംഗാധരൻ ചെറുകുളം, R ശ്യാംപ്രസാദ്, K ശിവദാസൻ, K ഗുരുവായൂരപ്പൻ, M അജേഷ്, K ഹമീദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN മണ്ണാർക്കാട്. മണ്ണാർക്കാട് MES കോളേജ് പയ്യനടം റോഡ് താൽക്കാലിക ശാപമോക്ഷത്തിലേക്ക്. റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രവർത്തനം ആരംഭിച്ചത്. മണ്ണാർക്കാട് MES കോളേജ് പയ്യനടം റോഡ് താൽക്കാലിക ശാപമോക്ഷത്തിലേക്ക്. റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന്റെ ഫണ്ടിൽ നിന്ന് 16 കോടി 40 ലക്ഷം രൂപ ചെലവിട്ടാണ് 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള പയ്യനടം റോഡ് നിർമ്മിക്കുന്നത്. 2019 ആരംഭിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വ്യാപകമായ രീതിയിൽ അപാകതകൾ കണ്ടതിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. ഇതിനെതിരെ നിരവധി സമരങ്ങളും ഉടലെടുത്തു. തുടർന്ന് കുമരംപുത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ മുസ്തഫ വറോഡൻ റോഡ് പണി ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. തുടർന്ന് റോഡ് നിർമ്മാണം 2 ആഴ്ചയ്ക്കകം ആരംഭിക്കണമെന്ന് 2020 ഒക്ടോബർ 23 ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ കേരള റോഡ് ഫണ്ട് ബോർഡ് ഇത് സംബന്ധിച്ച് റീ എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്ന മുറയ്ക്ക് റോഡ് പണി ആരംഭിക്കാമെന്ന് കിഫ്ബി കോടതിയെ ബോധിപ്പിച്ചെങ്കിലും ഒരാഴ്ചയ്ക്കകം റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കണമെന്ന് കോടതി നവംബർ 16 ഉത്തരവ് നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ജനങ്ങളുടെ ദുരിതത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരമുണ്ടായതിൽ ഏറെ സന്തോഷമുള്ളതായി മുസ്തഫ വറോഡൻ അറിയിച്ചു. വളരെയധികം സന്തോഷവാനാണ് ഞാൻ. ഒരു വർഷക്കാലമായി നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ നിന്നൊക്കെ ഒരു മോചനം എന്നുള്ള നിലയ്ക്ക് എല്ലാ പരാതികളും പരിഹരിച്ച് ആദ്യപടി എന്നുള്ള നിലയ്ക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കി അടുത്ത സ്റ്റെപ്പ് ഇതിന്റെ അപാകതകൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. CCN മണ്ണാർക്കാട്. 30 വർഷത്തിലധികമായി വഴിയില്ലാതെ ദുരിതം പേറുകയാണ് കരുവാരംകുണ്ട് ഗാൻകാഹ് തരിശ് റോഡിന് സമീപമുള്ള തുരുത്തിലെ 8 കുടുംബങ്ങൾ. ഒരു ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും മറുഭാഗത്ത് കനാലുമായതിനാലാണ് 2 പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ ദുരിതത്തിലായത്. വാർത്ത കാണാം. തുരുത്തിലെ കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടണമെങ്കിൽ ഒരടി മാത്രമുള്ള പാടവരമ്പാണ് ആശ്രയം. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് നിലവിൽ നടക്കാൻ ഉപയോഗിക്കുന്നതെങ്കിലും പലപ്പോഴും ഇത് പൂട്ടിയിടാറാണ് പതിവ്. 30 വർഷത്തിലധികമായി തുരുത്തിൽ കുടുംബങ്ങൾ താമസം തുടങ്ങിയിട്ട് ഇതുവരെയും ഒരു വാഹനം പോലും ഇവിടെ എത്തിയിട്ടില്ല. ഒരു ഭാഗത്ത് കനാലായതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. കനാലിന് 10 അടി വീതിയുള്ളതിനാൽ വഴിയാക്കി മാറ്റണമെന്നാണ് കുടുംബങ്ങൾ പറയുന്നത്. എന്നാൽ അതിന് സാങ്കേതിക തടസ്സങ്ങൾ ഏറെയാണ് താനും. 8 കുടുംബങ്ങളുണ്ട്. ഞങ്ങൾക്ക് വജ്ജില്ല. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ഞങ്ങൾക്ക്. ഒരു വണ്ടി വരാനുള്ള വഴിയുമാണ് ഇവിടെ. പറ്റൂല ഇവിടെ. ഒന്നും നമുക്കിവിടെ കിട്ടൂല. ഇതൊക്കെ അടക്കും. പിന്നെ ഇതേ തോട്ടരുക കിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഒരാൾക്ക് സുഖമില്ലാതായ കൊണ്ടുപോകാനും ഇരിക്കാനും ഒന്നൊരു വഴി ഇതൊന്നുമില്ല. ഒരുപാട് കൊല്ലമായിട്ട് ഇവിടെ വന്ന് പാർക്ക് തുടങ്ങിയതാണ്.
ഇതുവരെ വഴി ഇതൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ കുടുങ്ങി. ഒരാൾക്ക് സുഖമില്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒന്ന് കൊണ്ടുപോകാനിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛനമ്മയൊക്കെ മരിച്ചിട്ട് തന്നെ കൊണ്ടുപോകാൻ തന്നെ ഭയങ്കര ഇടങ്ങറായിരുന്നു. കനാൽ സംരക്ഷിച്ച് സമാനമായ രീതിയിൽ വഴിയുണ്ടാക്കാനുള്ള പ്രായോഗികതയാണ് ഇവർ അന്വേഷിക്കുന്നത്. മഴക്കാലത്ത് 2 പട്ടികവർഗ കുടുംബങ്ങൾ ഉൾപ്പെടെ 8 കുടുംബങ്ങൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ട അവസ്ഥയാണ്. ലൈഫ് ഭവന പദ്ധതികളിലും മറ്റും വീട് അനുവദിച്ചു കിട്ടാറുണ്ടെങ്കിലും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനും പ്രയാസമാണ്. ഓരോ തിരഞ്ഞെടുപ്പുകളിലും വഴി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയോടെയാണ് കുടുംബങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താറുള്ളത്. എന്നാൽ നിരാശ മാത്രമാണ് ഫലം. CCN മഞ്ചേരി. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി FITU മലപ്പുറം ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി തസ്ലീമ മമ്പാട് ഉദ്ഘാടനം ചെയ്തു. FITU ജില്ലാ പ്രസിഡന്റ് ആരിഫ് ചുണ്ടയിൽ അധ്യക്ഷത വഹിച്ച പ്രക്ഷോഭ പരിപാടിയിൽ ഖാദർ അങ്ങാടിപ്പുറം, സൈദലവി വലമ്പൂർ, ഫസൽ ടി, CK അനീസ്, അഹമ്മദ് ജംഷീർ, A സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം. രാഹുൽ ഗാന്ധി MP നൽകിയ ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തിവെച്ച നിലയിൽ. പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിച്ച നിലമ്പൂർ ജനതയ്ക്ക് വയനാട് ലോക്സഭാ മണ്ഡലം MP രാഹുൽ ഗാന്ധി നൽകിയ ഭക്ഷ്യക്കിറ്റുകളാണ് പൂഴ്ത്തിവെച്ച നിലയിൽ കണ്ടെത്തിയത്. കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റിക്ക് നൽകിയ ഭക്ഷ്യധാന്യങ്ങളാണ് നിലമ്പൂർ പഴയ നഗരസഭാ ഓഫീസിന് മുൻപിലെ വാടക കടമുറിയിൽ കെട്ടിക്കിടക്കുന്നത്. കടമുറി വാടകയ്ക്കെടുക്കാൻ വന്ന വ്യക്തിയാണ് ഭക്ഷ്യവസ്തുക്കൾ കെട്ടിക്കിടക്കുന്നത് പുറംലോകത്തെ അറിയിച്ചത്. ഏതാണ്ട് 10 ടൺ ഭക്ഷ്യധാന്യങ്ങളും പുതപ്പ്, വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ എന്നിവയാണ് കടമുറിയിൽ പൂഴ്ത്തിവെച്ചത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലാകെ 50 ടണ്ണോളം വരുന്ന ഭക്ഷ്യധാന്യങ്ങളാണ് രാഹുൽ ഗാന്ധി വിതരണം ചെയ്യാൻ വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളെ ഏൽപ്പിച്ചിരുന്നത്. രാഹുൽ ഗാന്ധി MPയുടെ കിറ്റുകൾക്ക് പുറമെ മറ്റു ജില്ലകളിൽ നിന്നുള്ള അവശ്യവസ്തുക്കളും കടമുറിയിൽ കെട്ടിക്കിടപ്പുണ്ട്. സംഭവം ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. പാവങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകൾ പൂഴ്ത്തിവെച്ച കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് CPIM ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. CCN മലപ്പുറം. ഒറ്റപ്പാലത്ത് വാഹനാപകട കേസിൽ ഉയർന്ന നഷ്ടപരിഹാര തുക നൽകാൻ കോടതി വിധി. 1.5 കോടിയോളം രൂപ നൽകാനാണ് കോടതി വിധിച്ചത്. 17കാരൻ ഓടിച്ച കാർ ഇടിച്ച് ഡോക്ടർ മരിച്ച സംഭവത്തിലാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ കോടതിയുടെ വിധി. തൃശൂർ കാനാട്ടുകര പ്രശാന്തി നഗർ പട്ടത്ത് വീട്ടിൽ ഡോക്ടർ നവീൻ കുമാർ മരിച്ച കേസിലാണ് ജഡ്ജി P സൈദലവി വിധി പറഞ്ഞത്. ഹർജി ഫയൽ ചെയ്ത് 2018 ഫെബ്രുവരി മുതലുള്ള 8% പലിശയും കോടതി ചിലവുമടക്കം നൽകാനും വിധിയിൽ പറയുന്നു. ഇതടക്കം 1.90 കോടി രൂപയാണ് നൽകേണ്ടി വരിക. ഇൻഷുറൻസ് കമ്പനിയാണ് നഷ്ടപരിഹാരം നൽകേണ്ടത്. 2017 ഒക്ടോബർ 7 രാത്രി 10 മണിക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പാലക്കാട് നൂറണി ചക്കാന്തറ പെട്രോൾ പമ്പിന് സമീപത്ത് വെച്ച് നവീൻ കുമാറും ഭാര്യയും മകനും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിൽ എതിരെ വന്ന കാറിടിച്ചാണ് അപകടം നടന്നത്. അപകടത്തിൽ നവീൻ കുമാർ മരിക്കുകയും ഭാര്യ ഡോക്ടർ K ജയശ്രീ, മകൻ പാർത്ഥിവ് എന്നിവർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ലക്കിടി സ്വദേശിയുടെ കാർ പിരായരി സ്വദേശിയായ 17കാരനാണ് ഓടിച്ചിരുന്നത്. നഷ്ടപരിഹാര തുക കാർ ഉടമയിൽ നിന്ന് ഇൻഷുറൻസ് കമ്പനി ഈടാക്കിയേക്കും. ഹർജിക്കാർക്ക് വേണ്ടി അഡ്വക്കേറ്റ് KK പ്രശാന്ത്, സുജയ S നായർ എന്നിവർ ഹാജരായി. CCN ഒറ്റപ്പാലം. ഷൊർണൂർ ആറാണിക്കോറിക്ക് സമീപം പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ട പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണം നടത്തും. ചൊവ്വാഴ്ച വൈകിട്ട് പുലിയെ കണ്ടു എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പ് നിരീക്ഷണം നടത്തുവാൻ തീരുമാനിച്ചതെന്ന് ഫോറസ്റ്റ് റേഞ്ചർ അറിയിച്ചു. കുളപ്പുള്ളി ആറാണിക്കോറിക്ക് സമീപം പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ട പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണം നടത്തും. ചൊവ്വാഴ്ച വൈകിട്ട് മനക്കത്തൊടി ചാമി പുലിയെ കണ്ടു എന്നറിയിച്ചതിനെ തുടർന്നാണ് വനംവകുപ്പ് നിരീക്ഷണം നടത്തുവാൻ തീരുമാനിച്ചത് എന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അറിയിച്ചു. ഷൊർണൂർ പോലീസും ബുധനാഴ്ച പ്രദേശത്തെ കാൽപ്പാടുകൾ പരിശോധന നടത്തി. പ്രാഥമിക പരിശോധനയിൽ പുലിയല്ലെന്നാണ് പോലീസും അറിയിച്ചത്. കാട്ടുപൂച്ചയോ കുറുനരിയോ ആകാനാണ് സാധ്യത എന്നാണ് വനംവകുപ്പിന്റെ വിശദീകരണം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുമാണ് പോലീസ് അറിയിച്ചത്. SI മുഹമ്മദ് ബഷീർ, T ആന്റണി എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. CCN ഒറ്റപ്പാലം. അനങ്ങൻമലയിൽ 4 വിജയന്മാർ. ഒറ്റപ്പാലം നഗരസഭ 1-ാം വാർഡ് അനങ്ങൻമലയിലാണ് 4 വിജയന്മാർ ഉള്ളത്. വാർഡിൽ നിലവിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇതിൽ 3 വിജയന്മാർ അപരന്മാരാണ്.
ഒറ്റപ്പാലം നഗരസഭ 1-ാം വാർഡ് അനങ്ങൻമലയിലാണ് 4 വിജയന്മാർ ഉള്ളത്. നിലവിൽ 6 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. ഇതിൽ 3 വിജയന്മാർ അപരന്മാരാണ്. UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയൻ വരോടിനെ തോൽപ്പിക്കാനാണ് 3 അപരന്മാരെ ഇറക്കിയിരിക്കുന്നത്. CPM സിറ്റിംഗ് വാർഡാണ് വരോട് അനങ്ങൻമല. ഇവിടെ കോറിയുമായി ബന്ധപ്പെട്ട് വിവാദം ഗുണകരമാക്കി സീറ്റ് പിടിച്ചെടുക്കാനാണ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തി പണികൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് എതിർ പാർട്ടിക്കാർ 3 വിജയന്മാരെ അപരന്മാരാക്കി തിരിച്ചും പണി കൊടുത്തത്. UDF പിന്തുണയ്ക്കുന്ന വിജയൻ വരോടിനൊപ്പം വിജയകുമാർ, വിജയൻ, M വിജയൻ എന്നിങ്ങനെ 3 പേരാണ് സ്ഥാനാർത്ഥികളായി രംഗത്തുള്ളത്. CPM ആണ് അപരന്മാർക്ക് പിന്നിലെന്ന് UDF ആരോപിക്കുന്നു. പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ നിർത്തിയത് കോൺഗ്രസുകാരാണ് എന്ന് CPM-ഉം ആരോപിക്കുന്നു. CCN ഒറ്റപ്പാലം. പെരിന്തൽമണ്ണ നഗരസഭയിലെ 5-ാം വാർഡിൽ മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടി 2 വനിതാ സ്ഥാനാർത്ഥികൾ പച്ചേരി ഹുസൈനെയും പട്ടാണി സെറീനയുമാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത്. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ പെരിന്തൽമണ്ണ നഗരസഭയിൽ ഒരു വാർഡിൽ നിന്ന് മുസ്ലിം ലീഗിന് 2 സ്ഥാനാർത്ഥികൾ. നിലവിൽ LDF ഭരിക്കുന്ന നഗരസഭയിലെ UDFന്റെ സിറ്റിംഗ് സീറ്റായ 5-ാം വാർഡിലേക്കാണ് 2 മുസ്ലിം ലീഗ് വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന സമയം തന്നെ 2 കൂട്ടരും പാർട്ടിയുമായി നടത്തിയ ചർച്ചയിൽ 2 പേരോട് മത്സരിക്കാൻ നേതൃത്വം ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ മുസ്ലിം ലീഗിന് തന്നെ ഒരു വാർഡിൽ 2 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് എത്തിയതോടെ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ സംഘടനയ്ക്ക് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ 5-ാം വാർഡിലാണ് UDFിലെ മുസ്ലിം ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് എത്തിയത്. ഇവർ മത്സരിക്കാൻ പാർട്ടിയെ സമീപിച്ചപ്പോൾ 2 പേരോടും സ്വതന്ത്രരായ പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. പച്ചേരി ഹുസൈന, പട്ടാണ് സെറീന എന്നിവരാണ് മത്സരിക്കുന്നത്. 2 പേരും പാർട്ടി നേതൃത്വത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം വന്നതോടെ 2 പേർക്കും മത്സരിക്കാൻ മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ അനുവാദം നൽകുകയായിരുന്നു. പക്ഷേ 2 പേർക്കും മത്സരിക്കാൻ കോണി ചിഹ്നം നൽകില്ല എന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രേഖാമൂലം അറിയിക്കുകയായിരുന്നു. പച്ചേരി ഹുസ്നയോട് 4-ാം വാർഡിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടെങ്കിലും സിറ്റിംഗ് സീറ്റായ UDFന്റെ 5-ാം വാർഡിൽ തന്നെ മത്സരിക്കാൻ വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു ഇവർ. തുടർന്നാണ് പാർട്ടി ഇത്തരം രീതിയിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അതോടൊപ്പം തന്നെ ആര് ജയിച്ചാലും ഇവരിൽ ഒരാളെ പാർട്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുമെന്നും കേൾക്കുന്നുണ്ട്. നിലവിലെ സിറ്റിംഗ് വാർഡായ 5-ാം വാർഡ് നഗരസഭയ്ക്ക് UDFന് നഷ്ടമാകുമോ എന്ന ആശങ്ക മുസ്ലിം ലീഗ് പ്രവർത്തകർക്കും പെരിന്തൽമണ്ണയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും നിലവിലുണ്ട്. CCN പെരിന്തൽമണ്ണ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളിലെ സൂക്ഷ്മ പരിശോധനയും പിൻവലിക്കലും പൂർത്തിയായതോടെ മലപ്പുറം ജില്ലയിൽ ജനവിധി തേടുന്നത് 8387 സ്ഥാനാർത്ഥികൾ. 13970ഓളം സമർപ്പിച്ച പത്രികകളിൽ 5583 പത്രികകളാണ് ജില്ലയിൽ പിൻവലിച്ചത്. മലപ്പുറം ജില്ലയിലെ 94 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 12 നഗരസഭകളിലേക്കും 15 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമായി 13970 പത്രികകളിൽ 5583 പത്രികകളാണ് പിൻവലിച്ചത്. ജില്ലാ പഞ്ചായത്തിലേക്ക് 82 പുരുഷന്മാരും 63 സ്ത്രീകളും ഉൾപ്പെടെ 145 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ആകെ 59 പേരാണ് മത്സരരംഗത്തു നിന്നും പിന്മാറിയത്. ജില്ലയിലെ നഗരസഭകളിൽ അംഗീകരിച്ച 2488 പത്രികകളിൽ 964 സ്ഥാനാർത്ഥികളാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചത്. ഇതോടെ 1524 പേരാണ് നഗരസഭകളിൽ മാത്രം മത്സരരംഗത്തുള്ളത്. ഇതിൽ 816 പേർ പുരുഷന്മാരും 708 പേർ വനിതകളുമാണ്. നഗരസഭകളിലേക്കുള്ള 17 നാമനിർദ്ദേശ പത്രികകളാണ് സൂക്ഷ്മ പരിശോധനയിൽ തള്ളിയത്. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സ്വീകരിച്ച 1323 പത്രികകളിൽ 484 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തു നിന്നും പിന്മാറിയത്. 20 സ്ഥാനാർത്ഥികളുടെ പത്രികകളാണ് തള്ളിയത്. മത്സരരംഗത്തുള്ള 839 പേരിൽ 455 പുരുഷന്മാരും 384 വനിതാ സ്ഥാനാർത്ഥികളുമാണ്. ഗ്രാമപഞ്ചായത്തുകളിൽ 9955 പത്രികകൾ വരണാധികാരികൾ സ്വീകരിച്ചതിൽ 4076 പേരാണ് പത്രിക പിൻവലിച്ചത്. 5879 പേരാണ് ഇപ്പോൾ മത്സരരംഗത്തുള്ളത്. ഇതിൽ 3033 പേർ പുരുഷന്മാരും 2846 പേർ വനിതകളുമാണ്. ആകെ 121 നാമനിർദ്ദേശ പത്രികകളാണ് പഞ്ചായത്തിൽ തള്ളിയത്. ഇതോടെ മലപ്പുറം ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. ഡിസംബർ 14-നാണ് ജില്ലയിൽ തെരഞ്ഞെടുപ്പ്. ഡിസംബർ 16-ന് ഫലമറിയാം. CCN മലപ്പുറം. ദേശീയ പണിമുടക്ക് പെരിന്തൽമണ്ണയിലും പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. പെരിന്തൽമണ്ണയിലും കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ഏതാനും ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. വ്യാപാര മേഖലയിലെ തൊഴിലാളികളും പണിമുടക്കിൽ അണിചേരുന്നതിനാൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. ബാങ്ക് ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അറിയിച്ചിരുന്നു. പണിമുടക്കിൽ 10 ദേശീയ സംഘടനകൾക്കൊപ്പം സംസ്ഥാനത്തെ 13 തൊഴിലാളി സംഘടനകളും അണിചേരുന്നുണ്ട്. CCN പെരിന്തൽമണ്ണ.
കോവിഡ് ബോധവൽക്കരണം പാവനാടകത്തിലൂടെ പട്ടാമ്പിയിലാണ് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വേറിട്ട ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. കോവിഡ് മഹാമാരിയുടെ വ്യാപനമുണ്ടായ പട്ടാമ്പിയിലെ ആന്റിജൻ ക്യാമ്പ് 4 മാസമായി തുടരുകയാണ്. സംസ്ഥാനത്തെ തന്നെ പട്ടാമ്പിയിൽ മാത്രമാണ് തുടർച്ചയായി ആന്റിജൻ പരിശോധനകൾ നടത്തുന്നതും. ഈ കാലയളവിൽ തന്നെ നിരവധി ബോധവൽക്കരണ പരിപാടികളുമായി ആരോഗ്യവകുപ്പ് രംഗത്തു വന്നിട്ടുണ്ട്. പാവനാടകത്തിലൂടെയുള്ള ബോധവൽക്കരണമാണ് ഇപ്പോൾ കോവിഡ് കൺട്രോൾ സെല്ലിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. കോവിഡ് വൈറസ് വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ, രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം, മാസ്കിന്റെയും സാമൂഹ്യ അകലത്തിന്റെയും പ്രസക്തി എന്നിവയാണ് പാവനാടകത്തിലൂടെ അവതരിപ്പിക്കുന്നത്. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചാൽ മറുപടി പറഞ്ഞു കേട്ടോ. അല്ല, നിങ്ങളിപ്പോ എങ്ങോട്ടാ പോണേ? അതോ എത്രയെന്ന് വെച്ചിട്ടാ വീട്ടിലിരിക്ക, നമ്മുടെ കാര്യങ്ങൾ നടക്കട്ടെ. ആ, അത് നിങ്ങൾ പറഞ്ഞ ശരിയാണ്. രണ്ടാൾക്കും ഒപ്പാട് നടക്കാനേ. കേരള എഡ്യൂക്കേഷണൽ പപ്പറ്റ് തിയേറ്ററാണ് നാടകത്തിന്റെ നിർമ്മാണം. ദൃശ്യാവിഷ്കാരത്തിലൂടെ കോവിഡ് പ്രതിരോധത്തിന് ബോധവൽക്കരണമാണ് ഉദ്ദേശിക്കുന്നതെന്ന് നോഡൽ ഓഫീസർ ഡോക്ടർ സിദ്ദീഖ് പറഞ്ഞു. നിയന്ത്രണത്തിന് വേണ്ടി എന്തൊക്കെ മുൻകരുതൽ എടുക്കാം എന്നുള്ളതിൻ്റെ ചെറിയ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നാം കണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി നമുക്ക് ഒരു ഉപദേശം തന്നത് നമ്മുടെ പാലക്കാട് ജില്ലാ DMO ഡോക്ടർ റീത്ത മാഡമാണ്. അവരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോരുത്തരും ബ്രേക്ക് ടൈം ചെയിൻ പദ്ധതി പൂർണ്ണമായി നടപ്പാക്കുകയാണെങ്കിൽ. പാവനാടകത്തിന്റെ ആദ്യ ഷോ പട്ടാമ്പി ഗവൺമെന്റ് സ്കൂളിൽ നടന്നു. തഹസിൽദാർ R. ശ്രീജിത്ത്, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സിദ്ദീഖ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജി ആനന്ദ്, PRO സാബിർ, മറ്റ് ആരോഗ്യ പ്രവർത്തകരും അധ്യാപകരും പങ്കെടുത്തു. പട്ടാമ്പിയിൽ ആന്റിജൻ ക്യാമ്പിലേക്ക് PPE കിറ്റുകൾ വിതരണം ചെയ്ത് വ്യാപാരികൾ. നോഡൽ ഓഫീസർ ഡോക്ടർ സിദ്ദീഖ് PPE കിറ്റുകൾ ഏറ്റുവാങ്ങി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പട്ടാമ്പിയിൽ നടക്കുന്ന ആന്റിജൻ ക്യാമ്പിലേക്ക് ആവശ്യമായ PPE കിറ്റുകളും മറ്റു സാധന സാമഗ്രികളും നൽകിയത്. പട്ടാമ്പി കോവിഡ് ക്ലസ്റ്റർ നോഡൽ ഓഫീസർ ഡോക്ടർ സിദ്ദീഖിനും പട്ടാമ്പി തഹസിൽദാർ ശ്രീജിത്തിനും ഇവ കൈമാറി. പട്ടാമ്പിയിലെ കേരളത്തിൽ നിന്ന് അറിയപ്പെടുന്ന ഒരു ആന്റിജൻ ക്യാമ്പിലേക്ക് ആവശ്യമായ ചില ഉപകരണങ്ങൾ ആവശ്യമായി വന്നപ്പോൾ നമ്മൾ പട്ടാമ്പി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയോട് നമ്മൾ ആവശ്യപ്പെടുകയും അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് PPE കിറ്റുകളും അനുബന്ധ സാമഗ്രികളും നമ്മുടെ പട്ടാമ്പി വ്യാപാരി വ്യവസായി ഇന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. ഇതോടൊപ്പം ഒരു ദിവസത്തെ ഭക്ഷണവും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് ഒരുക്കുന്നുണ്ട്. നേരത്തെ തന്നെ പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് കേന്ദ്രത്തിലേക്ക് ആവശ്യമായ കിടക്കകളും സമിതി നൽകിയിരുന്നു. ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ, ജനറൽ സെക്രട്ടറി അബ്ദുൽ സലീം, സിദ്ദീഖ് പത്രാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ.